ഈ മയിൽപീലി ഉണ്ടല്ലോ, അലങ്കാരങ്ങൾക്കായി ഇതിനു വലിയ ആവശ്യകതയുണ്ട്. ഹൈന്ദവ ആചാരങ്ങളിലും ജൈന ആചാരങ്ങളിലും ഇതിനു വലിയ സ്ഥാനമുണ്ട്. ഇത്രയധികം മയിൽപീലികൾ പ്രകൃതിദത്തമായി കൊഴിഞ്ഞു വീഴില്ല, പക്ഷേ വിപണിയിൽ ഇതിന് വലിയ ആവശ്യക്കാരുണ്ട്. ഈ പീലികൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് മയിലുകളിൽ നിന്ന് ബലം പ്രയോഗിച്ച് പിച്ചിയെടുക്കുന്നതാണ്. പലപ്പോഴും ഇതിന്റെ അറ്റത്ത് രക്തം പറ്റിയിട്ടുണ്ടാകും, കാരണം അത് അതിന്റെ തൊലിയിൽ നിന്ന് പറിച്ചെടുത്തതാണ്. ഒരു കാലത്ത് മയിലുകൾ ധാരാളം ഉണ്ടായിരുന്നപ്പോൾ, മനുഷ്യർ കുറവായിരുന്ന കാലത്ത് അവ കൊഴിഞ്ഞു വീഴുമ്പോൾ ആരെങ്കിലും അത് എടുത്തു കൊണ്ടുപോകുന്നത് കുഴപ്പമില്ലായിരുന്നു. മയിലുകൾ കൂടുതലും മനുഷ്യർ കുറവുമായിരുന്ന അക്കാലത്ത് സ്വാഭാവികമായി കൊഴിഞ്ഞു വീണ മയിൽപീലി എടുക്കുന്നതിനെക്കുറിച്ച് വേറെയൊന്നുമില്ല. എന്നാൽ ഇന്നതൊരു വലിയ വ്യവസായമാണ്, അതിൽ വലിയ ക്രൂരതയുമുണ്ട്. അതുകൊണ്ട് ഇതിൽ നിന്ന് അല്പം വിട്ടുനിൽക്കുക. സർ, ഇത് 4-5 വർഷം മുൻപ് ഞാൻ നിങ്ങളെ കേട്ടു തുടങ്ങുന്നതിന് മുൻപ് വാങ്ങിയതാണ്. അന്നു മുതൽ ഇതെന്റെ കയ്യിലുണ്ട്. നിങ്ങളെ കേട്ടതിനു ശേഷമാണ് ഇതിലെ ക്രൂരത എനിക്ക് മനസ്സിലായത്. പക്ഷേ ഇതിപ്പോൾ വലിച്ചെറിയാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതവിടെ അതിരിക്കട്ടെ. പക്ഷെ ഇനി പുതിയതായി മയിൽപീലി വാങ്ങി ഉപയോഗിക്കരുത്, കേട്ടോ? കൂടാതെ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കരുത്, കാരണം ഇത് കണ്ട് തങ്ങൾക്കും ഇങ്ങനെയുള്ള പീലികൾ വേണമെന്ന് അവർക്ക് തോന്നാൻ പാടില്ല. ഇക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.